തീർച്ചയായിട്ടും ആശങ്കയുണ്ട് നേപ്പാളിൽ എന്നുള്ളതാണ്. നേപ്പാളിൻ്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. നേപ്പാളിൽ 2008 റിപ്പബ്ലിക് ആയതിനു ശേഷം 17 വർഷത്തിനിടയിൽ 14 സർക്കാരുകളാണ് നേപ്പാളിൽ ഭരിച്ചത്. ഇത്രയും അധികം അസ്ഥിരമായ ഒരു അയൽപക്കം നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പക്ഷേ ഇതിൽ ചില സമാനതകളുണ്ട്. ബംഗ്ലാദേശുമായും ശ്രീലങ്കയുമായും അവിടെ നടന്ന കലാപങ്ങളുമായിട്ടുമൊക്കെ നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന ഈ കലാപത്തിന്, ഈ വിപ്ലവത്തിന്, ഈ റെവല്യൂഷന് ഒരു വലിയ പ്രാധാന്യമുണ്ട്, സമാനതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേപ്പാളിൽ ഞാൻ വിശ്വസിക്കുന്നത് അമേരിക്കയുടെ കൂടെ ആസൂത്രണത്തിലുള്ള ഒരു കലാപമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതിൻ്റെ കാരണം ഞാൻ പറയാം. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. കൗതുകകരമായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ സ്മൃതി പറഞ്ഞ ഒരു നേതാവിനെ പരിചയപ്പെടുത്താം. ബാലൻ ഷാ എന്നാണ് നേതാവിൻ്റെ പേര്. ബാലൻ ഷാ കാഠ്മണ്ഡുവിൻ്റെ മേയറാണ്. 35 വയസ്സേ ഉള്ളൂ. ചെറുപ്പക്കാരനാണ്. നമ്മുടെ റാപ്പർ വേടനെ പോലെ ഒരു മനോഹരമായിട്ട് റാപ്പ് സംഗീതം പാടി അവിടുത്തെ ജനങ്ങളെ കയ്യിലെടുത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ബാലൻ ഷാ. ഈ ബാലൻ ഷായെ പ്രേക്ഷകർ ഓർമ്മിച്ച് വെച്ചോളൂ, ആവശ്യം വരും. ബാലൻ ഷായുടെ ഇറങ്ങിയ ഒരു റാപ്പ് സംഗീതമുണ്ട്. അടുത്തടുത്ത് വലിയ എനിക്കൊന്ന് 7 മില്യണോളം ആളുകൾ അതിന് പിന്നാലെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയും അധികം ആരാധകർ ഉള്ള ഈ റാപ്പർ വേടന് സമാനമായ രീതിയിലുള്ള ഒരു റാപ്പറാണ് ഈ ബാലൻ ഷാ. ബാലൻ ഷായുടെ ഏറ്റവും ഒടുവിലിറങ്ങിയ റാപ്പറിൻ്റെ വരികൾ ഇങ്ങനെയാണ്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. രാജ്യരക്ഷകർ എല്ലാവരും വിഡ്ഢികൾ. നമ്മളത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ രാജ്യരക്ഷകർ എല്ലാവരും വിഡ്ഢികൾ, എല്ലാവരും ചോരന്മാർ, രാജ്യം കൊള്ളയിടിച്ചു വിഴുങ്ങും തസ്കര വീരന്മാർ. ഇത് മലയാളത്തിലേക്ക് ഞാൻ തർജ്ജമ ചെയ്തതാണ് ഈ ചങ്ങാതിയുടെ റാപ്പ് സംഗീതം. അതായത് കാഠ്മണ്ഡുവിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയ താരമായി മാറിയ ആളാണ് ബാലൻ ഷാ. ഇപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്നത് 1997-നും 2012-നും ഇടയിൽ ജനിച്ച നേപ്പാളിലെ പുതുതലമുറയെ പറയുന്നതാണ് ജെൻസി. ഏകദേശം അവിടുത്തെ ജനസംഖ്യയുടെ 20% വരും ഈ ജെൻസി. ഒരു നിർണായക ഘടകമാണ്. സ്കൂൾ യൂണിഫോമിലും കോളേജ് യൂണിഫോമിലും ഒക്കെയാണ് അവർ വിപ്ലവത്തിന് ഇറങ്ങുന്നത്. ഇവരുടെയൊക്കെ വലിയ ആരാധനാ പുരുഷനാണ് ഈ ബാലൻ ഷാ, കാഠ്മണ്ഡുവിലെ മേയർ. ഓർമ്മിക്കണം, 2023 ടൈം മാഗസിൻ ലോകത്തെ ഇൻഫ്ലുവൻഷ്യലായ 100 നേതാക്കളിൽ ഒരാളായിട്ട് കണ്ടെത്തിയ ആളാണ് ഈ ബാലൻ ഷാ. ഈ ബാലൻ ഷാ അടക്കമുള്ള ആളുകൾ മുൻപോട്ട് വയ്ക്കുന്നൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ രാഷ്ട്രീയമാണ്. അത് കറപ്ഷനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്, നെപ്പോട്ടിസത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്, സ്വജനപക്ഷപാതത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഇതാണ് അവിടെ ഉള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനെങ്ങനെയാണ് അമേരിക്കയുടെ താല്പര്യമാക്കി മാറ്റുന്നതെന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ ബാലൻ ഷായാണ് ഇപ്പോൾ പുതുതായിട്ട് അവരോധിക്കണമെന്ന് ജെൻസി നേതാക്കൾ പറയുന്നത്. KP ശർമ്മ ഒലി രാജിവെച്ചപ്പോൾ പുതുതായി ഈ ബാലൻ ഷായുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം വരണം എന്നുള്ളതാണ് അവിടുത്തെ ജെൻസി കലാപകാരികൾ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഇതുവരെ കഴിഞ്ഞ 2008-ന് ശേഷമുള്ള 14 സർക്കാരുകൾ ഭരിച്ച നേപ്പാളിലെ നേതാക്കന്മാരെ കുറിച്ചുകൂടി നമ്മളൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഒന്ന് ഈ KP ശർമ്മ ഒലിയാണ്. പക്കാ ചൈനീസ് ഭക്തനാണ്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗവുമാണ്. ആ അർത്ഥത്തിൽ KP ശർമ്മ ഒലി. മറ്റൊരാളെന്ന് പറയുന്നത് പ്രചണ്ഡയാണ്. ഈ പുഷ്പ കമാൽ ദഹാൽ പ്രചണ്ഡ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ മാവോയിസ്റ്റുകളുമായിട്ട് അടുപ്പമുള്ളയാളാണ്. മൂന്നാമത്തെ ഒരാളെന്ന് പറയുന്നത് ഷേർ ബഹദൂർ ദ്യൂബയാണ്. ഇവർ 3 പേരുമാണ് അധികാരം പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നേപ്പാളിൽ മാവോയിസ്റ്റാണ് പ്രചണ്ഡ. അപ്പോൾ ഒരാൾ പ്രചണ്ഡ എന്ന് പറയുന്നത് മാവോയിസ്റ്റ്, ഷേർ ഡ്യൂബ എന്ന് പറയുന്നത് മറ്റൊരു നേതാവ്, അതേപോലെ ശർമ്മ ഒലി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏജന്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് അവിടെയുള്ള കാര്യം. ഈ 3 നേതാക്കളും അങ്ങേയറ്റം കറപ്ഷന് പേര് കേട്ടവരാണ്. ഒരുമിച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം, അവിടെ വിമാനം വാങ്ങുന്ന കാര്യത്തിൽ, നേരത്തെ തല്ലിപ്പൊളി വിമാനങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, എയർബസ് വാങ്ങുന്ന കാര്യത്തിൽ പോലും വലിയ അഴിമതി നടക്കുന്ന ഒരു രാജ്യമാണ് അവിടെ. അതിൻ്റെ പേരിൽ ഈ നേതാക്കളെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അഴിമതി കൊണ്ട് പൊറുതിമുട്ടിയ ജനം തെരുവിലിറങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. അതിന് പെട്ടെന്നുള്ളൊരു ട്രിഗർ എന്ന് പറയുന്നത് സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചതാണ്. 26 സമൂഹ മാധ്യമങ്ങൾ, ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചു. ഓർമ്മിക്കണം, ചൈനയുടെ ടിക്ടോക്ക് നിരോധിച്ചിട്ടില്ല കേട്ടോ. രജിസ്റ്റർ ചെയ്യാത്തതാണ് കാരണം എന്നൊക്കെയാണ് പറയുന്നത് പ്രധാനമായിട്ടും. പക്ഷേ അതിൻ്റെ കാരണം അവർ ഭയന്നിരുന്നത് ഈ കുറച്ച് നാളുകളായിട്ട് അവിടെ ഒരു വലിയ അസ്വസ്ഥതയുണ്ടെന്നും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പടരുന്നു എന്നും മനസ്സിലാക്കിയ KP ശർമ്മ ഒലിയും സർക്കാരും ചേർന്ന് ഈ വളരെ പെട്ടെന്ന് ഇത് ബാൻ ചെയ്തത് ഒരു ട്രിഗറായി മാറി. യഥാർത്ഥത്തിൽ നാളുകളേറെയുള്ള അസംതൃപ്തിയാണ് നേപ്പാളിൽ ഈ അഴിമതി നിറഞ്ഞ സർക്കാരിനെതിരെ ഒരു ആഭ്യന്തര കലാപമായി മാറിയത്. പക്ഷേ ഇതിനു പിന്നിൽ അമേരിക്കയുടെ താല്പര്യങ്ങളുണ്ടെന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ ബംഗ്ലാദേശുമായിട്ട് അതിനുള്ള സാമ്യം നോക്കൂ, ശ്രീലങ്കയുമായിട്ട് അതിനുള്ള സാമ്യം നോക്കൂ. എന്താണ് ശ്രീലങ്കയുമായിട്ടുള്ള സാമ്യം? മഹിന്ദ രാജപക്സെയും ഗോതബായ രാജപക്സെയും പുറത്തു പോകുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്തായിരുന്നു അവിടുത്തെ പ്രശ്നം? നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ, അവിടെ എണ്ണ കിട്ടാനില്ല, അവിടെ ഓയിലിന് വില കൂടുതലാണ്, പാചകവാതകം ചെയ്യാനില്ല, വിലക്കയറ്റം
വിലക്കയറ്റം അതിരൂക്ഷമാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ സാമ്പത്തികമായി ക്രമക്കേടുള്ള ഒരു രാജ്യം, സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുന്ന രാജ്യം, ആ രാജ്യത്തെ ചൈനീസ് കൂറുള്ള രാജപാക്സെമാർ, ആ രാജപാക്സെ സർക്കാർ രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിനെ തുടർന്ന് ഗോതബായ രാജപാക്സെ, മഹീന്ദ് രാജപാക്സെയും രാജിവെക്കുന്നതാണ് നമ്മൾ. മാത്രമല്ല അവിടെ എന്താ സംഭവിച്ചത്, ഇപ്പോൾ കണ്ടതുപോലെ പാർലമെന്റിന് തീയിടുന്നത് പോലെ തന്നെ രാജകൊട്ടാരത്തിലേക്ക് പോവുകയും രാജകൊട്ടാരത്തിലെ സ്വിമ്മിംഗ് പൂളിൽ കിടന്ന് പ്രതിഷേധക്കാർ വലിയ രീതിയിൽ കലാപം നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടു. ശ്രീലങ്കയിൽ. ബംഗ്ലാദേശിലേക്ക് വരൂ. എന്താണ് ബംഗ്ലാദേശിൽ സംഭവിച്ചത്? ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്ന 1971 യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബന്ധുക്കൾക്ക് 30% സംവരണം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു സർക്കാർ സർവീസുകളിൽ. കോട്ടാവിരുദ്ധ സമരമായിരുന്നു അത്. എങ്ങനെയാണോ സമൂഹ മാധ്യമങ്ങളെ ബാൻ ചെയ്തതിനെതിരായിട്ടുള്ള സമരം നേപ്പാളിൽ തുടങ്ങിയത്, സമാനമായ സമരമാണ് അവിടെ കോട്ടാവിരുദ്ധ സമരം എന്ന നിലയിൽ അവിടെ പുറപ്പെട്ടത്. ഒരു ആഴ്ച നീണ്ടുനിന്ന സമരമാണ്. പിന്നീട് വലിയ രീതിയിൽ ബംഗ്ലാദേശിൽ പലയിടങ്ങളിലേക്കും പടർന്നു പിടിക്കുന്നതും 1000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തത്. ഇവിടെ 20 പേർ മാത്രമാണ്. ഏറ്റവും ഒടുവിലുള്ള കണക്ക് പ്രകാരം 22 പേർ കൊല്ലപ്പെട്ടുവെങ്കിൽ ബംഗ്ലാദേശിൽ ഏകദേശം 1000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അന്ന് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയാണ് അഭയം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. മഹീന്ദ് രാജപക്സെ രാജ്യം വിട്ടുപോയി ശ്രീലങ്കയിൽ. ഇപ്പോൾ ഇതാ KP ശർമ്മ ഓലി രാജ്യം വിട്ട് ദുബായിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്നതാണ് വാർത്ത വരുന്നത്. പ്രസിഡന്റ് അടക്കം രാജിവെക്കുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്നുള്ളൊരു കാരണമായി ശ്രീലങ്കയിലുള്ളത് വിലക്കയറ്റമാണ്. ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് അവിടുത്തെ കോട്ട സംവരണ നിയമമായിരുന്നു. ഇവിടെ നേപ്പാളിലുള്ളത് സമൂഹ മാധ്യമങ്ങളുടെ നിയന്ത്രണമായിരുന്നു, അഥവാ ബാൻ ആയിരുന്നു ഉള്ളത്. എന്നാൽ ഇതിന് മൂന്നിനും ഇടയിൽ പ്രവർത്തിച്ച ആഭ്യന്തര രാഷ്ട്രീയത്തിലെ പ്രശ്നമെന്ന് പറയുന്നത് സർക്കാരിനോടുള്ള വിയോജിപ്പും ഒപ്പം കറപ്ഷനുമായിരുന്നു. എന്നാൽ ഇതിനേക്കാൾ പ്രാധാന്യമുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് അമേരിക്കയ്ക്ക് എപ്പോഴൊക്കെ ഈ ഭൗമരാഷ്ട്രീയത്തിൽ ഇടപെടാൻ കഴിയുന്നുണ്ടോ അപ്പോഴൊക്കെ അമേരിക്ക വളരെ ബുദ്ധിപൂർവ്വം ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ എന്തിനാണ് ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയത്? നിങ്ങൾ എന്തിനാണ് രാജപാക്സെ പുറത്താക്കുന്നത്? നിങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാനിൽ ഈ പറയുന്ന അസ്ഥിരത ഉണ്ടാക്കുന്നത്? സമാനമായ രീതിയിലല്ലേ. എന്തായിരുന്നു ഇവിടെ ശർമ്മ ഒലിയുമായിട്ടുള്ള വിയോജിപ്പ്? ശർമ്മ ഒലി കഴിഞ്ഞ ജൂലൈയിൽ അധികാരം ഏറ്റെടുത്ത ഉടനെ ആദ്യം സന്ദർശനം നടത്തിയ രാജ്യത്തിൻ്റെ പേര് ചൈന എന്നാണെന്നേ. സാധാരണ ഇതിൽ നേപ്പാളിൽ ആദ്യം ഒരു അധികാരത്തിൽ പ്രധാനമന്ത്രി ഏറ്റാൽ ഇന്ത്യയിലേക്ക് വരുന്നൊരു പതിവുണ്ട്. അവിടെ പോയി ആദ്യ ദിവസത്തിന് ഒപ്പിട്ട കരാർ ഏതാണെന്നറിയാമോ? ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവാണ്, BRI ആണ്. BRI എന്ന് പറയുന്നത് അമേരിക്ക ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കുന്ന, ചൈന അമേരിക്കയുടെ കുത്തകയെ മറികടക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന വലിയ ഇനിഷ്യേറ്റീവാണ്. സ്ട്രാറ്റജിക്കലി വളരെ പ്രാധാന്യമുള്ളൊരു ഇനിഷ്യേറ്റീവാണ് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ്. അതിലാണ് ഈ ശർമ്മ ഒലി കൊണ്ട് തലവെച്ചത്. മാത്രമല്ല അതിനെ തുടർന്ന് ഡൊണാൾഡ് ട്രംപ് ഒരു 500 മില്യണോളം വരുന്ന വലിയ ധനസഹായം ത്തിൻ്റെ പാക്കേജ് പിൻവലിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അപ്പോൾ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സെന്റ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ ഈ ഡൊണാൾഡ് ട്രംപിന് ഒരു എയർപോർട്ട് നിർമ്മിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോഴും ഷെയ്ഖ് ഹസീന ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സൈനിക വിമാനത്താവളം അവിടെ കൊടുക്കാൻ ബേ ഓഫ് ബംഗാളിൽ അങ്ങനെ ഒരു സാന്നിധ്യം ആവശ്യപ്പെടുന്നുണ്ട് അമേരിക്ക. പക്ഷേ ഇത് ഷെയ്ഖ് ഹസീന വഴങ്ങിയില്ല. സ്വാഭാവികമായിട്ട് ഷെയ്ഖ് ഹസീനയ്ക്ക് പുറത്തു പോകേണ്ടി വന്നു. ഇവിടെ എന്താണ് ചൈനയോട് എടുക്കുന്ന ശർമ്മ ഒലിയെ സംബന്ധിച്ചിടത്തോളം അത് അമേരിക്കയ്ക്ക് ത്രട്ടാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് ഇന്ത്യ കൂടി ചൈനയുടെ ഭാഗത്തേക്ക് നോക്കൂ. ഇന്ത്യ, നേപ്പാൾ, റഷ്യ, ചൈന, ഈ സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട മേഖലകൾ പൂർണ്ണമായിട്ടും ചൈനയോട് എടുക്കുകയാണെന്നേ. അമേരിക്ക സ്വാഭാവികമായിട്ടും അടങ്ങിയിരിക്കും. അമേരിക്ക ഇവിടെ മുൻനിർത്തി കളിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പറയുന്ന ബാലൻ ഷാ എന്ന് പറയുന്ന ഒരു പുതുമുഖ കക്ഷിയാണ്. ഓർമ്മിക്കണം, ടൈം മാഗസിൻ 2023 ഇൻഫ്ലുവൻഷ്യൽ ലീഡറായിട്ട് തിരഞ്ഞെടുത്ത കക്ഷിയാണ് എന്നുള്ളതിൻ്റെ കാരണം ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അമേരിക്കയ്ക്ക് വ്യക്തമായ താല്പര്യം നേപ്പാളിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ നേപ്പാളിലെ സർക്കാരിനെതിരെയുള്ള ജനവികാരം കൂടിയാണ് അവിടെ പ്രതിഫലിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നേപ്പാളിലെ ഈ അലയൊലി അത്ര പെട്ടെന്നൊന്നും അടങ്ങാൻ പോകുന്നില്ല. എന്തായാലും ശർമ്മ ഒലിക്കിന് തിരിച്ച് ആ രാജ്യത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പകരം അവിടെ വരാൻ സാധ്യതയുള്ളതായി ഒന്നുകിൽ സൈനിക ഭരണം അവിടെ വന്നേക്കാം, അതിന് സാധ്യതയുണ്ട്. ബംഗ്ലാദേശിൽ എങ്ങനെയാണോ സമാനമായ രീതിയിൽ ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ബാലൻ ഷായ്ക്കുള്ള സാധ്യത അവിടെ ഏറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്കയുടെ ഗ്രിപ്പ് ഒരിക്കൽ കൂടി ഏഷ്യയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ നേപ്പാളിൽ, ഹിമാലയൻ രാജ്യത്തിൽ മുറുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. Meet the editors.